നമസ്കാരം. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ തൃശൂർ ജില്ലയിലെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ ഇന്ന് ട്രെയിനിൽ ഒരു യാത്ര പോവുകയാണ്. രാവിലെ 4:20 കോട്ടയം റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം രാത്രി വന്ന് ഞങ്ങൾ ഇവിടെ റെയിൽവേന്റെ ഡോർമെട്രിയിലാണ് താമസിച്ചത്. ഇവിടെ ആകെ 2 റൂമുകളാണുള്ളത്. ഇത് റൂം നമ്പർ 2, ഇത് റൂം നമ്പർ 1. അത് കഴിഞ്ഞാൽ പിന്നെ ഡോർമെട്രീസ് ആണ്. 5 ബെഡുകളാണ് ഇവിടെ ആകെയുള്ളത്. ഇതിൻ്റെ ചാർജസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡോർമെട്രിയുടെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ക്യാബിൻ ടൈപ്പിലാണ് ഡോർമെട്രിയൊക്കെ വരുന്നത്. 1, 2, 3, 4, 5 ബെഡുകളാണ് ഇവിടെ ടോട്ടലുള്ളത്. അതുപോലെ തന്നെ കോമൺ ടോയ്ലറ്റും ബാത്റൂമാണ്. ഇതേ ഇവിടെയാണ് ബാത്റൂമും ടോയ്ലറ്റും വരുന്നത്. ബെഡിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഞങ്ങളുടേത് 3ഉം 4ഉം ആണ്. അതിലിതാ സിംഗിൾ ബെഡാണ്, ബെഡ്ഷീറ്റ് ഉണ്ട്, പില്ലോ ഉണ്ട്. പില്ലോ കവർ വരെ ഫ്രഷാണ് കേട്ടോ. ഇപ്പോൾ ഇവർ ഇവിടെ കൊണ്ടുവന്ന് തന്നതാണ്. പിന്നെ ഇത് നോൺ AC ഡോർമെറ്ററി ആയതുകൊണ്ട് ഇവിടെ ഓരോരോ ക്യാബിൻ ഉള്ളവർക്കും ഫാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കർട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചാർജ് ചെയ്യാനുള്ള ചാർജിങ് പോയിൻറ്റും അവിടെയുണ്ട്. പിന്നെ ലോക്ക്, അതായത് നമുക്ക് ബാഗൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ, അതായത് രാത്രിക്കൊക്കെ സ്റ്റേ ആണെങ്കിൽ ഇവിടെ തന്നെ വെച്ച് കിടക്കേണ്ടി വരും. വേറെ ലോക്കറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ പ്രൈവസീൻ്റെ കാര്യം പറയുമ്പോൾ ആകെ ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് വലിയ ഫാമിലിക്കൊന്നും ഈ ഒരു ഡോർമെറ്ററി ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ബാച്ചിലേഴ്സൊക്കെ അതായത് ഒരു പകലോ ബഡ്ജറ്റായിട്ട് നോക്കുന്നവർക്ക് മാത്രമാണ് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. ഡോർമെറ്ററി ഞങ്ങൾ ബുക്ക് ചെയ്തത് 12 മണിക്കൂർ സമയത്തേക്കാണ്. രാത്രി 8 മണി മുതൽ രാവിലെ 8 മണി വരെ. ഓൺലൈൻ വഴിയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഒരാൾക്ക് വന്ന ചാർജ് 200 രൂപയാണ്. ഇനിയിപ്പോൾ കോട്ടയത്ത് നിന്ന് ഞങ്ങൾ നേരെ ചാലക്കുടിയിലേക്ക് പോകുന്നത്. ഇവിടുന്ന് രാവിലെ 5:15 എല്ലാ ദിവസവും നിലമ്പൂർ റോഡിലേക്ക് പോകുന്ന ഒരു എക്സ്പ്രസ് ഉണ്ട്, അതിനാണ്. ഇപ്പൊ സമയം ഏകദേശം 4:30 കഴിഞ്ഞു. കോട്ടയം നമുക്ക് പോകാനുള്ള നിലമ്പൂർ എക്സ്പ്രസ് ഇന്ന് പുറപ്പെടുക 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ്. ദേ ആ കാണുന്ന തന്നെയാണ് ട്രെയിൻ. പിന്നെ നേരെ 4ലേക്ക് പോവാം. 4:43 ഇപ്പോൾ. നിൽക്കുന്നു. ഇത് തന്നെയാണ് നമ്മുടെ ട്രെയിൻ്റെ അനൗൺസ്മെന്റ്. കോട്ടയത്താകെ 5 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. പോകാനുള്ള ട്രെയിനിന്റെ ലോക്കോമോട്ടീവ് ഇതാണ്, WAP1. ലോക്കോമോട്ടീവ് ഒക്കെ നേരത്തെ തന്നെ ഓൺ ചെയ്ത് വെച്ച്. ഈ റോഡ് ലോക്കോമോട്ടീവ് ഷെഡിന് കീഴിലുള്ള WAP1 ആണ് ഇത്. ട്രെയിനിന്റെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ബോർഡ് കാണാം. ഇത് ഒരുപാട് സ്ഥലത്തേക്ക് റേക്ക് ഷെയറിങ് ചെയ്ത് പോകുന്നുണ്ട്. ഈ ട്രെയിനിലാകെ 12 അൺറിസർവ്ഡ് കോച്ചുകളാണുള്ളത്. 2 റിസർവേഷൻ കോച്ച് D1 D2 ഉണ്ട്, സെക്കൻഡ് സീറ്റിംഗ്. അതിൽ ഞങ്ങൾ D1 ആണ് ബുക്ക് ചെയ്തത്. കോച്ചിലേക്ക് കയറി വരുന്ന ഈ ഭാഗത്ത് തന്നെയാണ് നമുക്കുള്ള സീറ്റൊക്കെ ഉള്ളത്. 67ഉം 68ഉം. പക്ഷേ ഈ കോച്ചിൽ ഒരു ഭാഗത്തും ചാർജിങ് പോയിന്റുകളില്ല. നോർമലി അൺറിസർവ്ഡ് ആണെങ്കിൽ എല്ലാ ഭാഗത്തും കാണും. കോട്ടയത്ത് നിന്ന് ചാലക്കുടിക്ക് ഒരാൾക്ക് സെക്കൻഡ് സീറ്റിങ്ങിന് വന്ന ടിക്കറ്റ് ചാർജ് 70 രൂപയാണ്. ഈ ട്രെയിൻ ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് സീറ്റിങ്ങിൽ നിന്ന് പോകേണ്ട കാര്യമില്ല. അൺറിസർവ്ഡ് തന്നെ ഇഷ്ടംപോലെ സീറ്റുകൾ ഇവിടുന്ന് കിട്ടും. എറണാകുളമൊക്കെ എത്തുന്ന സമയത്ത് നല്ല തിരക്ക് എന്തായാലും വരും. ഞങ്ങൾ ഇതിൽ ബുക്ക് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താ അറിയോ? ഇവിടെ ഡോർമെറ്ററി ബുക്ക് ചെയ്യാനാണ്. കാരണം PNR നമ്പർ ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ നമുക്ക് റിട്ടയറും ബുക്ക് ചെയ്യാൻ പറ്റുക. കോട്ടയത്ത് നിന്ന് ഇതാ കറക്റ്റ് 5:15 തന്നെ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. നാഗമ്പടം ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. ആറ് മണി. ട്രെയിൻ ഇപ്പോൾ പിറവൻ റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. നല്ല തണുപ്പാണ് ഈ സമയത്ത്. ഇപ്പോൾ 6:20. ട്രെയിൻ ഇപ്പോൾ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. കൊച്ചി മെട്രോ തൃപ്പൂണിത്തുറ വരെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇവിടെയാണ് മെട്രോ സ്റ്റേഷൻ. ഇത് ടെർമിനലാണ്, അതായത് അവസാനിച്ചെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. എറണാകുളം ടൗൺ എത്താനായി ഈ കാണുന്ന ലൈൻ നേരെ പോകുന്നത് എറണാകുളം സൗത്ത് ജംഗ്ഷനിലേക്കാണ്. ഇവിടെ നിർത്താൻ കാരണം സിഗ്നൽ കിട്ടിയിട്ടുണ്ട്.
കാരക്കൽ നിന്ന് എറണാകുളം സൗത്തിലേക്ക് പോകുന്ന ടീ ഗാർഡൻ ഇപ്പം അതിൽ വഴി കടന്നു പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റെയിൽവേ ട്രാക്കിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ എത്രമാത്രം വൃത്തികേടാന്ന് നോക്കി. കഴിച്ച ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ട്രെയിനിൽ നിന്ന് പോകുന്ന സമയത്ത് എറിയുന്നതിനാണ് ഇതൊക്കെ. ബിരിയാണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിച്ച് മൊത്തം വേസ്റ്റ് ഇതാ. എറണാകുളം ജംഗ്ഷൻ ഭാഗത്തുനിന്ന് ഒരു ട്രെയിൻ റിവേഴ്സ് ചെയ്ത് വരികയാണ്. ഇത് ബാംഗ്ലൂർ വണ്ടിയാണ്. അപ്പോൾ രാവിലെ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ എത്തിയതേ ഉള്ളൂ. ഇനി ഇവിടുന്ന് എറണാകുളം ടൗൺ ഭാഗത്തേക്ക് വലിയൊരു വളവാണ്. എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിലവിലിപ്പോൾ നവീകരണമാണ്. പെരിയാർ നദി. ഇപ്പൊ ഡൽഹി ഹസ്രത്ത് നിസാമുദ്ദീൻ എറണാകുളം മംഗള വരും. മംഗള ഇവിടെ എത്താനേ. കോട്ടയത്ത് നിന്നും 101 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇപ്പോൾ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. 7:50 ചാലക്കുടിയിലാകെ 3 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. അതിൽ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ഈ ട്രെയിൻ വന്നത്. ഈ ട്രെയിൻ നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇവിടുന്ന് എടുത്തു. തൃശ്ശൂർ ഷൊർണൂർ വഴിയാണ് ഈ ട്രെയിൻ പോവുക. 11:30 ആകുമ്പോൾ ഇത് നിലമ്പൂരെത്തും. അതങ്ങനെ ഇതാ പോവുകയാണ്. ചാലക്കുടി. നിങ്ങൾ ട്രെയിൻ മാർഗം വഴി അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ വരികയാണെങ്കിൽ ഈ സ്റ്റേഷനിലാണ് വന്നിറങ്ങേണ്ടത്. അത്യാവശ്യം കുറച്ച് ട്രെയിനുകൾക്കൊക്കെ ഇവിടെ സ്റ്റോപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് ഇനി അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവുകയാണെങ്കിൽ 32-33 കിലോമീറ്ററിൻ്റെ അടുത്താണ് ദൂരമുള്ളത്. അപ്പം ചാലക്കുടി തന്നെ KSRTC ബസ് സ്റ്റാൻഡുണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുണ്ട്. അപ്പം നമ്മളിപ്പം നേരെ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയിട്ട് നേരെ പോകുന്നത് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്കാണ്. നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം. ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ആദ്യം പോകുന്നത് ഇവിടുത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്കാണ്. കാരണം എല്ലാ സമയത്തും അതിരപ്പള്ളി ഭാഗത്തേക്ക് പ്രൈവറ്റ് ബസ്സുകളാണ് കൂടുതലുള്ളത്. KSRTC ലിമിറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് തന്നെ പോവാം. ഇത് ഇവിടെ നിന്ന് തന്നെ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് ബസ് കിട്ടും. ഈ ബസ്സിനാണ് വന്നത്. ഒരാൾക്ക് 10 രൂപയാണ് ടിക്കറ്റ് ചാർജ് ആയത്. ഇനിയിപ്പോൾ ഇവിടുന്ന് അതിരപ്പള്ളി ഭാഗത്തേക്കുള്ള ബസ് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും കുറച്ച് അങ്ങോട്ടായിരിക്കാം. അല്ല, അതിരപ്പള്ളി മലക്കപ്പാറ ഇത് തന്നെയാണ്. ഇത് അതിരപ്പള്ളി ബസ് ഇവിടെ തന്നെ ഉണ്ടല്ലോ. വന്ന ഉടനെ തന്നെ കിട്ടി. അപ്പോൾ ഇതാണ് അതിരപ്പള്ളി ബസ്. എത്തിയത് എന്തായാലും നല്ല സമയം തന്നെയാണ്. എന്തായാലും മുന്നിലൊന്നും സീറ്റില്ല, പുറകെ പോയിരിക്കാം. കറക്റ്റ് 9 മണിക്ക് തന്നെ ഇതാ ബസ് ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇതാ എടുത്തു. എത്ര മണിക്കിത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തി നമുക്ക് നോക്കാം. ഇവിടെയൊക്കെ കൊടുങ്ങല്ലൂരിലേക്കെല്ലാം പോകുന്ന ഒരു ബസ്സൊക്കെ കാണാം. സിൽവർ സ്റ്റോം, അതുപോലെ തന്നെ ഡ്രീം വേൾഡ് എന്നീ പാർക്ക്, അതായത് ഈ വാട്ടർ പാർക്ക് ഇല്ലേ, അതുവഴിയാണ് ഈ ബസ് പോവുക.
ഇതൊക്കെ കൊടുങ്ങല്ലൂർ വണ്ടിയാണ്. ബസ്സിന്റെ അകത്ത് അത്യാവശ്യത്തിന് നല്ല ആൾക്കാരെന്നെ ഉണ്ട്. നമ്മളാ എത്തിയ സമയത്ത് തന്നെ ബസ് അവിടെ കണ്ടുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പോകാൻ പറ്റി. നമ്മൾ ഈ ചാലക്കുടി വഴി യാത്ര ചെയ്യുമ്പം ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു പേരാണ് ഇവിടെ കലാഭവൻ മണിച്ചേട്ടൻ്റെ പേര്. ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു ഭാഗത്ത് തന്നെ മണിച്ചേട്ടൻ്റെ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. വലിയ ബോർഡൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയാണ് ഡ്രീം വേൾഡ് വാട്ടർ പാർക്ക്. ഇത് ഇനിയിപ്പോൾ ഫോറസ്റ്റ് വഴിയാണ് യാത്ര. എത്ര വണ്ടികളാണെന്ന് നോക്കിയേ അതിരപ്പള്ളി ഭാഗത്തേക്ക്. ഒരുപാട് ട്രാവലറുകളുണ്ട്. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്ക് ഇനി 1 കിലോമീറ്റർ കൂടെ ഉള്ളൂ. ഇപ്പോൾ 10 മണിയായി. 1 മണിക്കൂർ യാത്ര ഇപ്പം തന്നെ. പാർക്കിങ്ങിനുള്ള ഒരു സ്പേസ് ഇവിടെയാണ്. ഇത് നല്ല തിരക്കാണ് കേട്ടോ. വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇങ്ങോട്ടൊക്കെ വരാം. ഇവിടെ എത്തുമ്പോഴത്തേക്കും ചാലക്കുടിയിലേക്കുള്ള ഒരു KSRTC ഇവിടെ കാണാം. ഇവിടെയാണ് ബസ് വന്ന് നിർത്തുക. ആ ഭാഗത്തേക്കും പോയിട്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. വാഴച്ചാല് മലക്കപ്പാറ റൂട്ടാണത്. പെട്ടെന്ന് തന്നെ ബസ് എത്തി കേട്ടോ. പിന്നെ 40 രൂപയാണ് ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ്. ഇനി ഇതും കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടുന്ന് എടുക്കുള്ളൂ. ഫസ്റ്റ് ഈ KSRTC മാത്രമേ എടുക്കുള്ളൂ. അതുപോലെ തന്നെ നമുക്കിനിപ്പോൾ ടിക്കറ്റ് എടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇന്ന് നല്ല തിരക്കാണ്. കയറി വരുന്ന ഇവിടെ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ. നവി അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അവിടെ നിന്ന് അത് അതായത് QR കോഡ് സ്കാൻ ചെയ്തിട്ട് തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്യാഷ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് അങ്ങനെയും എടുക്കാം. ഒരാൾക്ക് 60 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ടിക്കറ്റ് എടുത്തു. ഇനി നേരെ കയറി വരുന്ന ഇവിടെയാണ് ക്ലോക്ക് റൂം ഉള്ളത്. ഹെൽമെറ്റ് വെക്കാൻ 10 രൂപയും ബാഗ് വെക്കാൻ 10 രൂപയും. 10 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബാഗ് ഇവിടെ വെക്കാം. ഞങ്ങളുടെ 2 പേരുടെയും വലിയ ബാഗ് അവിടെ വെച്ച്. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു ടോക്കൺ കിട്ടും. ആ ടോക്കൺ മാത്രം നമ്മുടെ കയ്യിൽ മതി. പിന്നെ ഞങ്ങളുടെ ഈ ചെറിയ ഹാൻഡ് ബാഗ് മാത്രമേ എടുത്തുള്ളൂ. ബാക്കിയൊക്കെ അവിടെ വെച്ച്. അതുതന്നെയാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ ഇതുവഴി നേരെ ഇറങ്ങി പോവാം. ഞങ്ങളൊരു 3 വർഷം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. രാവിലെ ആയിരുന്നു വന്നത്. അന്ന് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഇത്രയും വൈകിയല്ല. നമ്മൾ കുറച്ച് ലോങ് നിന്ന് വരുന്നതല്ലേ. അന്ന് വന്ന സമയത്ത് ചാലക്കുടി കഴിഞ്ഞ ഉടനെയുള്ള പെരിയാരെന്ന സ്ഥലത്തായിരുന്നു താമസിച്ചത്. ഇവിടത്തേക്ക് വളരെ അടുത്തായിരുന്നു. വരുന്ന സമയത്ത് ഇങ്ങനെ നടപ്പാതെ ഇങ്ങനെ നല്ല ഉണ്ടായത്. അന്ന് ഇങ്ങനെ നല്ല ഉണ്ടായത്. പിന്നെ ഇപ്പോൾ ഈ നടുഭാഗത്ത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിലൂടെ സുഖമായിട്ട് നടക്കാം. വെള്ളച്ചാട്ടത്തിൻ്റെ നല്ലൊരു വ്യൂ നമുക്ക് അതുവഴി പോയി കാണാം. അതിന് മുന്നേ ഈ ഭാഗം വഴി പോവാം. ഇതിൻ്റെ മുകൾ ഭാഗത്തു നിന്നുള്ളൊരു കാഴ്ച കാണണ്ടേ. എന്നിട്ട് താഴോട്ട് പോവാം. മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഇറങ്ങിപ്പോകുന്ന പാറകളിലൊന്നും വഴുക്കലുണ്ടാവില്ല.
അതൊരു വലിയ കാര്യം തന്നെയായി. ഇവിടെ നിന്നാണ് വെള്ളം താഴേക്ക് പതിക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ വ്യൂ. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് കാര്യമുണ്ട്, അതെന്താണെന്ന് കാണിച്ചു തരാം. എത്ര വലിയ വെള്ളം വന്നാലും അതിനൊന്നും സംഭവിക്കൂല. ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ടാവില്ലേ? അങ്ങ് അവിടെ ഒരു ഷെഡ് കാണുന്നില്ലേ, അതൊരിക്കലും തകരില്ല, അവിടത്തേക്ക് വെള്ളം കയറില്ല. അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഒരുപാട് പേര് ഇവിടുന്ന് കുളിക്കുന്നൊക്കെ ഉണ്ട്. കാരണം ഇപ്പം നല്ല ചൂടാണ് ഇവിടെ, നല്ല സുഖം തന്നെ കിട്ടും. എന്തായാലും അധികമൊന്നും ഇറങ്ങാൻ വിടില്ല. ഇത് അവിടെ വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട്, കയറൊക്കെ കെട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് കുറച്ച് മാറിയാൽ തന്നെ വാഴച്ചാൽ വെള്ളച്ചാട്ടമുണ്ട്. പക്ഷെ അത് ഇത്രയൊന്നുമില്ല കേട്ടോ. ഇവിടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത്. വെള്ളച്ചാട്ടം താഴേക്ക് പതിക്കുന്ന ആ ഒരു കാഴ്ച ഇവിടെ നിന്ന് കാണാം. ചാലക്കുടി പുഴ നേരെ ഇതാ ഒഴുകി അങ്ങ് പോകും. ഈ ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ രാവിലെയാണ് വരേണ്ടത്. രാവിലെ വന്നാലാണ് ഈ വെയിലില്ലാതെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുക. താഴെ എനിക്ക് തോന്നുന്നു അത്ര വെയിലുണ്ടാവില്ലെന്നാ തോന്നുന്നത്. ആ മരങ്ങളൊക്കെ അവിടെ ഉള്ളത് കൊണ്ട്. അവിടെ ഒരുപാട് ആൾക്കാരൊക്കെ കാണുന്നില്ലേ ആ ഭാഗത്ത്, അവിടത്തേക്കാണ് നമുക്കിനി പോകേണ്ടത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഷെഡ്. ആൾക്കാരൊക്കെ കണ്ട അവിടെ. ആ വെള്ളം വരുന്ന ദിശയില് മഴവില്ല് കാണുന്നുണ്ടാ? പല നിറങ്ങളിൽ നല്ല ഭംഗിയല്ലേ ഇത് കാണാൻ. നല്ല ഫോഴ്സിലല്ലേ വെള്ളം താഴോട്ട് പതിക്കുന്നത്. അതിൻ്റെ ആ ഒരു ഇതിലാണ് അവിടെ ഇപ്പോൾ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമില്ലേ, ഇവിടെ ശക്തമായ ഒഴുക്കുണ്ടാകുന്ന സമയത്ത്, അതായത് നല്ല വെള്ളം ഉണ്ടാകുന്ന സമയത്ത്, അതായത് ഒരു ജൂലൈ ഓഗസ്റ്റ് സമയത്തൊക്കെ നല്ല കലക്ക് വെള്ളമാണ്. ആ സമയത്ത് ഇവിടുത്തെ ഈ പാറകളൊന്നും കാണൂല, പക്ഷെ ഇത് മാത്രം ബാക്കിയുണ്ടാവും. അതാണ്. ഇനി നമുക്ക് ഇവിടുത്തെ ഈ ഒരു കാഴ്ചയിൽ നിന്ന് മറ്റു ഭാഗത്തേക്ക് പോവാം. ഇതിലൂടെയൊക്കെ നടക്കാനുള്ളൊരു വഴിയുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കാലൊക്കെ കഴുകിയിട്ട് പോവാം. ശരി, ഇപ്പം കുളിക്കാൻ തോന്നുക. ഒരു തോർത്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കുളിച്ചിട്ട് പോയായിരുന്നു അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരു ചൂടുണ്ട് ആ സമയത്ത്. ശരിക്കും പറഞ്ഞാല് ഒരു നീന്തി കുളിക്കണം അല്ലേ? നല്ല രീതി. അതെ, കുറെ ആൾക്കാർ ഈ ഫാമിലിയൊക്കെ ആയിട്ട്, അതായത് വലിയ ട്രാവലറൊക്കെ എടുത്ത് വന്നവരാണ് ഇവിടുന്ന് ഇപ്പൊ കുളിക്കൊക്കെ ചെയ്യുന്നത്. ഈ താഴേക്ക് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ പ്രവേശനമുള്ളൂ. നിറച്ചു ആൾക്കാരാണ്. നടന്നു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ഇറങ്ങി പോകുന്ന വഴിയില്ലേ, ഇവിടെ സൈഡിലൊക്കെ കുരങ്ങന്മാരൊക്കെ ഉണ്ട്. കുറെ ആൾക്കാർ പഴയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കാണുന്ന വഴി നടന്നിതാ ഏറ്റവും താഴെ എത്തി. ദക്ഷിണേന്ത്യയിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന അതിരപ്പള്ളി വെള്ളച്ചാട്ടം. ഇതിനാകെ 120 മീറ്റർ ആണുള്ളത്. അത്ര ഉയരത്തിലാണ് വെള്ളം താഴേക്ക് വരുന്നത്. നമുക്ക് അവിടെ വരെ പോവാം. പക്ഷെ ഈ ദൂരത്തുനിന്ന് കാണുമ്പോഴാണ് നല്ലൊരു ഭംഗി കിട്ടുന്നത്. പ്രത്യേകിച്ച് ആ ഒരു വെള്ളം ആ താഴേക്ക് വീഴുന്ന ഒരു ഫോഴ്സ് ഇല്ലേതാ, ഇതില്ലേ, ഇതൊക്കെയാണ് നല്ലൊരു ഭംഗി. എന്തായാലും നല്ല വെള്ളമുണ്ട് ഈ സമയത്ത്. ഇവിടെ ഏറ്റവും മുന്നിലേക്ക് വന്നു. ഇവിടുന്ന് നല്ല രീതിയിൽ തന്നെ വെള്ളം തെറിക്കുന്നുണ്ട്. ആ വെള്ളം വരുന്നത് കാണുന്നില്ല. അതുപോലെ തന്നെ ആ ഭാഗത്തും അതാ, ആ ഭാഗത്തെ കാഴ്ച നമുക്ക് ഇത്ര ദൂരത്തുനിന്ന് മാത്രമേ കാണാനായി സാധിക്കുള്ളൂ. ഇതൊക്കെ ആൾക്കാരാണ്.
ഞങ്ങൾ ക്ലോക്ക് റൂമിന്റെ ഭാഗത്തെത്തി ബാഗൊക്കെ എടുത്ത് ഇതാ ഏറ്റവും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇതാണ് വാഴച്ചാൽ ഭാഗത്തേക്കുള്ള റൂട്ട്. ഇനി നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിന്റെ മറ്റൊരു വ്യൂ ഉണ്ട്, അത് അങ്ങോട്ട് കാണാൻ പോവാം. KSRTCയുടെ ഉല്ലാസയാത്ര വാൽപ്പാറ മലക്കപ്പാറ ഭാഗത്തേക്കുള്ള ബസ് തന്നെയായിരിക്കും ഇത്. ചാലക്കുടിക്കുള്ള റൂട്ടാണ് ഇത്. നമ്മളിപ്പോൾ അവിടെ നിന്നാണ് വന്നത്. ഇനി ഈ ഭാഗത്തു നിന്നുള്ള വ്യൂ കാണണ്ടേ, ഇതല്ലേ കിടിലൻ. എത്രയോ ദൂരെ നമ്മളാ പോയി കണ്ട ഭാഗങ്ങൾ, വളരെ ദൂരത്തു നിന്നുള്ള ഒരു കിടിലൻ കാഴ്ച. ഒരുപാട് സിനിമകളും പാട്ടുകളൊക്കെ ചിത്രീകരിച്ചൊരു സ്ഥലം കൂടിയാണ് അതിരപ്പള്ളി. ബാഹുബലി സിനിമയില്ലേ, അതിൻ്റെ പ്രധാനപ്പെട്ടൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ അതിരപ്പള്ളിയായിരുന്നു. 11:35 ഞങ്ങളിനിപ്പോൾ ചാലക്കുടിയിലേക്കുള്ള KSRTC കയറി. പക്ഷേ ഒരു പ്രശ്നം, ഇവിടെ നിന്ന് ഇപ്പോൾ ബസ് മൂവ് ചെയ്യുന്നേ ഇല്ല, നല്ല ബ്ലോക്കാണ്. ഇതും ഉല്ലാസയാത്രേൻ്റെ KSRTC ബസ്സാണ്. ബ്ലോക്ക് കണ്ടോ, ഇതങ്ങ് കിലോമീറ്റർ പോലെ നീണ്ടു കിടക്കുകയാണ്. ഒരു മണിക്കൂർ കൊണ്ട് ഇവിടെ ചാലക്കുടി എത്തി. ഇനിയിപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് ഞങ്ങൾ പോവുകയാണേ. അതിന് ബസ് കിട്ടുക ആ ഭാഗത്താണ്. നേരത്തെ നമ്മൾ വന്നല്ലോ രാവിലെ, അവിടെ പോയിട്ട് കയറാം. ബസ് കയറി ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലേക്ക് തന്നെ എത്തി. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. വളരെ വേഗത്തിൽ തന്നെ ആ ഒരു ഹൈവേൻ്റെ ഭാഗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താം. ട്രെയിനിൽ ചാലക്കുടി വന്നിട്ട് ഇവിടുന്ന് എങ്ങനെ അതിരപ്പള്ളിയിലേക്ക് പോകാം എന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നത്. കുറേ ദിവസമായി ഞങ്ങൾ കേരളത്തിലൂടെ തന്നെയായിരുന്നു മുഴുവനായി യാത്ര ചെയ്തത്. ഇനിയിപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ മാറി ഞങ്ങൾ നേരെ എവിടത്തേക്ക് പോകുന്നു? ഒരു ലോങ്ങസ്റ്റ് ട്രെയിൻ ജേണിയാണ്. ഇതിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് എറണാകുളത്തേക്കാണ്. എറണാകുളത്ത് നിന്ന് ടാറ്റാ നഗറിലേക്ക് പോകുന്ന ഒരു ഡെയിലി പോകുന്ന ഒരു ട്രെയിൻ ഉണ്ട് ജാർഖണ്ഡിലേക്ക്. അപ്പോൾ ആ ഒരു ട്രെയിൻ യാത്രയായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ബൈ.